ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനെന്നാ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങൾ എന്നാ ഇവിടെ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെയും കൂടി ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ പറയാൻ വന്നിട്ടില്ല. എനിക്ക് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ എല്ലാവരും വന്നില്ല. ഞാനിപ്പോൾ 5 മാസമായി. ഈ 20-ാം തീയതിക്ക് 5 മാസം കഴിഞ്ഞു. ഞാൻ അത്രേ ആയിട്ടുള്ളൂ. 2 മാസം എത്തുമ്പോൾ എനിക്ക് മോണിറ്റേഷനായി. ഇപ്പം ഈ മാസം എനിക്ക് എൻ്റെ യൂട്യൂബിലെ വരുമാനം കിട്ടി. വരുമാനം എത്രയെന്ന് പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത്ര പറയുന്നില്ല. $100 ആയാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12-ന് മേലെയുണ്ട്. അത്രയേ ഉള്ളൂ. അത് നിങ്ങളോട് അത്രയും എനിക്ക് യൂട്യൂബിലെ വരുമാനം നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന കേട്ടില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ പറയാൻ കാരണം, അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും അതിനൊരു പ്രശ്നമായി പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങളോടെല്ലാം എനിക്ക് പറയുന്നതിന് തുറന്ന് പറയുന്നതിന് സന്തോഷക്കുറവില്ല. നിങ്ങളെല്ലാവരും ആ ഒരു സഹകരണം കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആദ്യ വരുമാനം കിട്ടിയത് വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്കത് സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഇത് നേടിത്തന്നത് നിങ്ങൾ മാത്രമാണ്, വേറെ ആരുമല്ല. ഈ കിട്ടിയ ഇന്നലെ അക്കൗണ്ടിൽ എത്തിയതിൽ ഞാൻ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോയിട്ട് എടുക്കുകയും ഞാൻ ഗൂഗിൾ പേ ചെയ്യലാണ്. എല്ലാം അതിൻ്റെ അകത്ത് നിന്ന് കൊടുത്തവർക്കും ആദ്യം എനിക്ക് ഇത് ആക്കി മോണിറ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കടലാസെല്ലാം റെഡിയാക്കി തന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഷമീർ, യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞ ഷമീർ എന്ന് പറഞ്ഞ ആളാണ്. അയാൾക്ക് ഞാൻ ഒരു ഫീസും കൊടുത്തു. ഇന്നാണ് ഇപ്പോൾ ഫീസ് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് അത്ര വരെ അയാളൊന്നുമില്ല, എല്ലാം നോക്കുകയും എല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തു തന്നെ. ഞാനൊരു ഫീസായിട്ട് കൊടുത്തിട്ട് എന്നോട് നല്ല സ്നേഹത്തോടെ എന്നെ പെരുമാറിയിട്ട് നമുക്ക് എന്താ വേണ്ടിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എത്രയായിരുന്നു എടുത്തെന്ന് പറഞ്ഞു. ഞാനതങ്ങനെ വാങ്ങി തന്നു. ഞാനങ്ങനെ എന്നോടൊക്കെ എല്ലാം വേണ്ടുന്ന പോലെയെല്ലാം ചെയ്തു തന്നു. ഇപ്പം ഞാനത് കൊടുത്തു. എനിക്ക് ആരെങ്കിലും ഈ സഹായം ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മൂത്തമ്മോൻ്റെ ഭാര്യ കുട്ടികളും ആദ്യം കുറച്ച് ദിവസം അവരായിരുന്നു സഹായിച്ചത്. സഹായിച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അതിങ്ങനെ കുറച്ച് അവർക്ക് അങ്ങനെയെല്ലാം കാണിച്ചു തന്നു. പിന്നെ ഞാൻ കുറേശ്ശെ ഇടുന്നല്ലോ, അങ്ങനെയെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ യൂട്യൂബിലെ ചാനൽ കൊണ്ട് നോക്കിയിട്ടും അങ്ങനെയെല്ലാം കുറേശ്ശെ പഠിച്ചു. അങ്ങനെ എല്ലാം ആയതാണ്. ആരോടുള്ള ചോദിച്ചവരൊന്നും ക്ലിയറായിട്ടൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. അത് ഞാൻ മനസ്സിലാക്കി. നമ്മളെ ആരായാലും നമ്മളിപ്പോൾ ചോദിച്ചാലും അത് മര്യാദക്കൊരു ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ ആരും നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ എന്താണെന്നറിയില്ല. അങ്ങനെയായി. ഇപ്പം പണ്ടിക്കച്ചാൽ എൻ്റെ ചെറിയ മോള്, എൻ്റെ 2ാമത്തെ മോളെ ഇളയ മോളാണ്. എനിക്കിപ്പോൾ തമ്പനിയെല്ലാം വെച്ച് തമ്പനിയിൽ വെക്കാനാക്കി തരല്. ഇതാക്കിയിട്ട് മോൾ അയച്ചു തന്നിട്ട് ഞാനാണ് കമ്പനിയിൽ വെക്കും. ഫോട്ടോ ആക്കിയിട്ട് അയച്ചു കൊടുക്കും. അതുകൊണ്ട് എങ്ങനെ ആക്കേണ്ടത് വെച്ചാൽ അതാക്കി തന്നിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. ഫോട്ടോ അയച്ചു കൊടുത്താൽ അവൾ തമ്പനിയിൽ വെക്കേണ്ട മാതിരി എഴുതിയിട്ടെല്ലാം കൂടി ആക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ യൂട്യൂബിന് പാവന്നൂരെ എൻ്റെ ഏട്ടൻ്റെ മൂത്ത ആങ്ങളേൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ എനിക്ക് 1-2 പ്രാവശ്യം എനിക്ക് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് 1-2 പ്രാവശ്യം എനിക്ക് പറഞ്ഞു. പക്ഷേ എനിക്കതൊന്നും പഠിക്കാനും പറ്റിയില്ല. അവൾ പറഞ്ഞത് അപ്പാട് വന്നപാട് ലേശം ഇങ്ങനെ പറഞ്ഞിട്ട് അവളങ്ങ് പോയി. എന്നാലും വിഷമം വിളിച്ചാൽ അതൊന്നും പറഞ്ഞുതരും. അങ്ങനെ ചെയ്യൂ. സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ വിഷമം വിളിച്ചാൽ അവൾ പറഞ്ഞുതരും. അങ്ങനെയല്ലോ. എല്ലാവരോടും നമുക്ക് നന്ദി ചെയ്തവരോട് നന്ദി പറയേണ്ട ഒരു ഘടകമില്ല. അതുകൊണ്ട് എല്ലാവർക്കും എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സഹായം ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നുണ്ട്. എനിക്ക് ഈ യൂട്യൂബിലെ ഈ വരുമാനത്തിന് ആദ്യത്തെ വരുമാനത്തിന് അർഹരായത് ഞാനല്ല, എൻ്റെ യൂട്യൂബേഴ്സാണ്. എനിക്ക് സഹായം ചെയ്തു തരുന്ന അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഈ കിട്ടിയ വരുമാനം ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അവർ എനിക്ക് തരുന്ന സഹായമായിട്ട് ഞാൻ കണക്കാക്കിക്കോളും. അവർ എനിക്ക് തരുന്ന സഹായമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ഇതല്ല, എൻ്റെ അധ്വാനം കൊണ്ടല്ല. നിങ്ങൾ ഞാൻ അധ്വാനിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒറ്റ പൈസ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയതിന്. എനിക്ക് അതിനൊന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളോട് എനിക്ക് ഇനി എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷവും അന്നെ ഈ സ്നേഹിച്ചിട്ട് ശരിക്കും പറയാൻ വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നത് ശരിക്കും ഒരു അമ്മേനെ പോലെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. അത്രയും സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. സ്വന്തം പെറ്റമ്മേനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെയാണ് എൻ്റെ യൂട്യൂബിലെ കുടുംബങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നതും അവരെ പ്രാർത്ഥനയും എന്നോട് ഭക്ഷണം കഴിച്ചോ ചോദിക്കലും എല്ലാം ഒരു പ്രത്യേക തരം ഉള്ള ഒരു അന്വേഷണവും കാര്യം. ഏതൊരാളും ഇപ്പോൾ പുതുക്കായിട്ട് വന്നവരായാലും ഇന്ന് വന്ന് നാളേക്ക് അവർ അന്വേഷണം പറയാൻ തുടങ്ങും. അമ്മ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കാണ്ട് വരില്ലേ, അമ്മ ക്ഷീണം കുടിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് മുഴുവനും.
എന്ത് കാര്യത്തിനായാലും അമ്മ ഒരു പാവാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാ കാര്യത്തിനും നമുക്ക് സഹായം ചെയ്ത് കൊടുക്കണം. അവരെന്നെ എല്ലാവരും തമ്മ പറയലും ആക്കലും ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പം ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്നും എനിക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ അവരെ സഹായം കൂടിയേ പറ്റൂ. ഇനി എല്ലാവരും സഹായവും വേണം. ഇവർ മാത്രം പോരാ, വിചാരിച്ചാൽ പോലെ മറ്റുള്ളവരും കൂടി വിചാരിച്ചാൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ കാലിനെല്ലാം അസുഖമുണ്ട്. അതിപ്പോൾ ഇനി പിന്നെ ഓപ്പറേഷൻ ചെയ്യണം. അത് മെയ് 10-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുള്ളൊരു വിഷമം തീരും. പിന്നെ അന്നേരം കുറച്ച് നമുക്കൊരു കൂടുതൽ കുറച്ച് കൃഷിയെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ഇപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല. ഇപ്പോൾ ഇത് ഒത്തിരി തീരെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അതാണൊരു ബുദ്ധിമുട്ട്. ഞാൻ കുറേ ആകും പോലെല്ലാം ചെയ്തിട്ടങ്ങ് അതുവരെ ഇനിയിപ്പം നോക്കാനും ആളുണ്ടാവില്ലല്ലോ. ഇന്നിപ്പോൾ ഓപ്പറേഷൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെല്ലാം കൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ലേശം വയ്യോട്ട് വെച്ചിട്ടേ ഉള്ളൂ. പച്ചക്കറി കൃഷിയെല്ലാം ചെയ്യേണ്ടിക്കലെല്ലാം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേങ്കിൽ അത് ചെയ്യാനുള്ള ഒരു എനിക്കില്ല, പറ്റുന്നില്ല, എനിക്ക് സാഹചര്യം ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ എൻ്റെ ഹൃദയത്തിലേറ്റിയിട്ടാണ് ഉള്ളത്, എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പിന്നെ എന്തെന്നാണ് ഞാൻ പറയണതല്ല, നിങ്ങൾക്ക് എല്ലാം എനിക്ക് കിട്ടിയ അംഗീകാരം മുഴുവനും നിങ്ങളെ കാൽ കീഴിൽ ഞാൻ വെക്കുന്നു. അതിന് നിങ്ങൾ എനിക്ക് തരുന്നതാണ് നിങ്ങൾ ഈ അംഗീകാരം ഞാൻ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൃഷിയെയും എന്നെയും സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പിന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ സന്തോഷ വാർത്തയിൽ എല്ലാവരും പങ്കുകൊള്ളണം. എല്ലാവരും എനിക്ക് പിന്നെ അഭിനന്ദനങ്ങളും എല്ലാവരും എനിക്ക് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് എനിക്ക് അതിനുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം തരണം. ഇനിയും മേലോട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തു തരണം. ഇത്തിരി എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ എന്നെ ശരിക്കും ഒരു സ്നേഹത്തോടുള്ള ഒരു വിളിയും, ഒരു അമ്മയെന്നുള്ളൊരു സ്നേഹത്തോടുള്ള വിളിയും, അവരെ കരുതലും അവരെ പ്രാർത്ഥനയും എല്ലാം കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട. അത് മാത്രമേ വേണ്ടൂ സന്തോഷത്തിന്. പക്ഷേ എനിക്കിപ്പം ചെറിയൊരു വിഷമം പഠിച്ച സമയമായതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ലപോലെ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഭയങ്കര മാനസികമായിട്ടൊരു തളർച്ചയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വിചാരിച്ച പോലെ ഒരു പിന്നെ സന്തോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണിപ്പോൾ എനിക്ക് വിഷമം പറ്റിയത്, മറ്റു വേറെ ഒന്നുമില്ല. അതെങ്ങനെയെങ്കിലും അവർ ഇതുകൂടി നമ്മളിന്ന് തരണം ചെയ്ത് വിജയിച്ച് പോയാൽ പിന്നെ എൻ്റെ വിഷമം തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് എല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും നമ്മളെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും കൊടുക്കല്ലേ, അതെല്ലാം മാറ്റി കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്തു തന്ന ഈ ഒരു പുണ്യം എനിക്ക് ഒരിക്കലും മരിച്ചാലും മറക്കാൻ പറ്റാത്ത പുണ്യങ്ങളാണിത്. അതുകൊണ്ട് എന്നും നിങ്ങളെ അമ്മയായിട്ട് തന്നെ എനിക്ക് പിന്നെ തുടരണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ അമ്മയായിട്ടും നിങ്ങളെ ചേച്ചിയായിട്ടും നിങ്ങളെ മുത്തശ്ശിയായിട്ടും തന്നെ എനിക്ക് നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബമല്ല, നമ്മളെ കുടുംബം, നമ്മളെ സ്വർഗത്തിലെ കുടുംബത്തിലേക്ക് നിങ്ങളൊപ്പം എനിക്ക് ജീവിക്കാൻ ആവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഞാൻ എന്നും കടപ്പെട്ടുള്ളവരാണ്. നിങ്ങൾ എന്തെന്നായാലും ഞാനൊക്കെ ഈ നിങ്ങളോട് കടപ്പാട് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങളെല്ലാവരും പരസ്പരം പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയെല്ലാം നിങ്ങൾ കൊടുത്തിട്ട് ഈ സഹായം എനിക്ക് ചെയ്തു തരണം. എനിക്ക് അത്രയും പറയാനുള്ള എനിക്കൊരു വല്ലാത്തൊരു വിഷമമുള്ള സമയമായിപ്പോയതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ലോണം സന്തോഷിച്ചിട്ട് നല്ലൊരു ആവുമായിരുന്നു. പക്ഷേ സന്തോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഈ യൂട്യൂബ് വരുമാനം നിങ്ങളെ കാൽക്കൽ ഞാൻ വെക്കുന്നു. അത് നിങ്ങൾ തിരിച്ചു തന്നിട്ട് ഞാൻ എടുക്കുന്നു. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു തരുന്ന വരുമാനം അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോ എടുക്കുക. നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.